അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ശ്രീ ഷബീർ അലിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ആദ്യമായി ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസും പോലും പറഞ്ഞുകൊണ്ടാണ് അഡ്മിഷൻ എടുക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റിസൾട്ട് അത്രമാത്രം ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഏരിയ, എന്താണ് ഒരു സക്സസ് മന്ത്ര? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് അവർ ചെയ്യുന്ന ഒരു കാര്യം വളരെ എളുപ്പത്തിൽ കിട്ടുമെന്ന് അവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്തേക്ക് അട്രാക്റ്റഡ് ആവുകയും ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. 2009 ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചൊരു കാര്യം, എന്ത് കോഴ്സാണെങ്കിലും, ഏത് ചെറിയ കോഴ്സാണെങ്കിലും വലിയ കോഴ്സാണെങ്കിലും അതിനൊക്കെ ഒരു പ്രോസസ്സിങ് ടൈം ഉണ്ടാവും, കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ പഠിപ്പിക്കുന്ന CA, CMA, CS, ACCA പോലെയുള്ള കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ഒരു എളുപ്പത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പാസ്സാവാനൊന്നും പറ്റുന്ന ഒരു കോഴ്സൊന്നുമല്ല. അപ്പോൾ ഒരു എൻക്വയറിക്ക് ഒരു കുട്ടി വന്നാൽ ആ കോഴ്സിനെ കുറിച്ച് പ്ലസും മൈനസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അതിൻ്റെ എഫേർട്ട് ലെവലും ഒക്കെ കൃത്യമായിട്ട് കുട്ടിയെയും പാരൻറ്റിനെയും ബോധിപ്പിച്ചിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ലെവലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ കുട്ടികൾ വരുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇതുവരെ ഓൾ ഇന്ത്യ റാങ്ക് CMAൻ്റെ കാര്യത്തിന് എടുത്തു കഴിഞ്ഞാൽ 10ഓളം ഓൾ ഇന്ത്യ റാങ്കുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ 100-ലധികം CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റി. അവർക്കൊക്കെ അത്യാവശ്യം നല്ല ജോലി കിട്ടി, അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യലി സെറ്റിൽ ആവുന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് വ്യക്തമായ പോളിസിയുണ്ട്. ഈ പോളിസിയിൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഒന്ന്, ഒരു സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം ഹൈ പ്രൈസ്ഡായിട്ട് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എല്ലാ കാര്യങ്ങളും കുട്ടികളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ട്, പറയാനുള്ള എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളെ ബോധിപ്പിച്ചുകൊണ്ട്, കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് തുടങ്ങി അന്ന് മുതൽ ഇത്രയും കാലം ഞങ്ങൾ ഫോളോ ചെയ്തു പോകുന്നത്. അതിനിടയിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫീൽഡിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു പോളിസിയിൽ നിന്ന് വിട്ടു പോകരുത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം. ആരെയും മിസ്ലീഡ് ചെയ്ത് ഒരു 2 രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ ഒരു വിഷനും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ യെസ്, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ശ്രീ ഷബീർ അലിയാണ്. അദ്ദേഹത്തെ ആളുകൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരുപാട് വർഷമായി, ഏകദേശം 15ഓളം വർഷമായിട്ട് ഈ ഒരു ടാക്സ് ആൻഡ് ഇൻകം ടാക്സിലും അതുപോലെ GSTയിലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ഈ കാലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, കമ്പനി സെക്രട്ടറിയാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, 15 വർഷമായി ഈ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആൻഡ് ദെൻ APSൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നോർമലി നമുക്കറിയാം, ഒരു 15 വർഷം ഉള്ള, ഇപ്പോൾ 15 വർഷമായി ഇതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 15 വർഷം ഉള്ളതിൽ നിന്ന് നമ്മൾ ഡിജിറ്റലൈസേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ഡേ ടു ഡേ ലൈഫിനെ, നോർമൽ ലൈഫിലെ, അത് ഏറ്റവും സാധാരണക്കാർക്ക് വരെ വളരെ ഡിഫറെൻ്റ് ആണ് ഒരു ലിവിങ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് GSTയിലും ഇൻകം ടാക്സിലും ഈ ഒരു 15 വർഷം കൊണ്ട് സാധാരണക്കാരന് ഉണ്ടായ ഒരു മാറ്റം എന്തായിരിക്കും? 15 വർഷം മുമ്പ് നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ചും GSTനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ വാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്ത്, മാനുവലി പ്രോസസ്സ് ചെയ്ത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ടെക്നോളജി വല്ലാതെ ഡെവലപ്പായ സമയത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസേഷനായി
ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ പല ഇടപാടുകളും നടത്തിയാലും നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സർക്കാരിന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും സർക്കാരിന് ഇതൊക്കെ പല സോഴ്സിൽ നിന്നായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതിനുള്ള നിയമവശങ്ങളും കൃത്യമായിട്ട് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രാൻസാക്ഷനിൽ ഇടപെടുകയും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് ബാങ്കിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ടച്ചായി കഴിഞ്ഞാൽ അത് സർക്കാരിന് കിട്ടാൻ ഈസിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്യാഷ് ഇടപാടുകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓക്കെ, അതങ്ങനെ ഒരാൾ കൊടുത്തു ഒരാൾ വാങ്ങി അത് എവിടെ റെക്കോർഡൊന്നും ചെയ്യപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഈ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ചെയിനിൽ ഒരു ബാങ്കിലൊന്ന് പണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓതൻറ്റിക് ഡോക്യുമെൻ്റായി. നാളെ നമുക്കത് കണ്ടിട്ടില്ലെന്നോ അത് നടന്നിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ പല ഇടപാടുകളും നടത്തി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കാതെയും നമ്മൾ GSTയിലൊന്നും പ്രോപ്പറായിട്ട് കണക്ക് കാണിക്കാതെയും പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സമയം കഴിയുമ്പം നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ് സത്യം. APS എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ തീരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം.